ഓസ്റ്റിൻകുട്ടൻ ഇന്ന് മാമോദിസ സ്വീകരിച്ച് തിരുസഭയിൽ അംഗമായി മാറിയിരിക്കുന്ന ഈ ദിനത്തിൽ അവനെ കാണാനും അവന്റെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ എത്തിയിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ സ്റ്റാർ ആരാണെന്ന് ഞാൻ ചോദിച്ചാൽ അതിന് പ്രസക്തിയില്ല എന്നാണ് ശരിക്കുള്ള ഉത്തരം. കാരണം നമ്മുടെ സ്റ്റാർ എന്ന് പറയുന്നത് ഓസ്റ്റിൻകുട്ടനാണ്. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ വിടാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് സ്ഥാപിച്ച വിവാഹം എന്ന മനോഹരമായ ഖുദാശയിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനാ വേളയിൽ അങ്ങയുടെ തിരുസാന്നിധ്യം ഉണ്ടാകണമേ. ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ശക്തനായ ദൈവമേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. നീ കനിഞ്ഞു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. നീ ഞങ്ങളുടെ മകനെ സൃഷ്ടിച്ച് പരിപാലിച്ച് വളർത്തി വിവാഹ അന്തസ്സിലേക്ക് ഉയർത്തിയിരിക്കുകയാണല്ലോ. നിന്റെ ആഗ്രഹത്തിനനുസരിച്ച് സന്തോഷപ്രദവും സമാധാനപൂർണവും മധുരതരവുമായ ജീവിതം നയിക്കുവാൻ ഇവന് ശക്തി നൽകണമേ. ആമേൻ. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിനക്ക് വഴികാട്ടിയായിരിക്കട്ടെ. ദൈവം നൽകുന്ന സന്തതികളിലൂടെ നീയും നിന്റെ കുടുംബവും തലമുറകളും സഭയും അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്നിലൂടെ ആരംഭിക്കുന്ന പുതിയ കുടുംബ സമൂഹത്തിന്റെ മാതൃകയായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ശംസിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 19 3 മുതലുള്ള തിരുവചനങ്ങൾ. ഫരിസേയർ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സ്രഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്നും അവർ അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഏറെ സന്തോഷമുള്ള നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. തീർച്ചയായും ഈ വിവാഹ ആഘോഷം ഒരു കൂദാശയിലൂടെയാണ് ആരംഭിച്ചത്, നമ്മുടെ ഓസ്റ്റിൻ്റെ മാമോദീസയിലൂടെ.
ഞാൻ ദേവാലയത്തിൽ പ്രസംഗം പറയാതിരുന്നത് ഇവിടെ വന്നിട്ട് ഒരു പ്രസംഗം ഏതായാലും പറയേണ്ടി വരുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് സംസാരിക്കാതിരുന്നത്. തീർച്ചയായും ഓസ്റ്റിൻ്റെ മാതാപിതാക്കളെ ഈ നിമിഷം ഞാൻ അഭിനന്ദിക്കാനായിട്ട് ഇവിടെ ആഗ്രഹിക്കുകയാണ്. ദൈവം അവർക്ക് രണ്ടാമതായി നൽകിയ കുഞ്ഞിനെ ദൈവം അവർ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും അവർ ഇന്ന് മാമോദിസായിട്ട് ദേവാലയത്തിലേക്ക് വന്നപ്പോൾ വളരെ മനോഹരമായിട്ട് എല്ലാം ചിട്ടയായിട്ട് വരുന്നതുകൊണ്ട് വളരെ ഭംഗിയായി ദൈവത്തിന് വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഈ ദിവസങ്ങളിൽ ഈ കുടുംബത്തിലുണ്ടാകുന്ന നമ്മുടെ അതുവഴി നമ്മുടെ ഈ നാടിനുണ്ടാകുന്ന സന്തോഷം എന്നും അതുപോലെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ ആ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരു ഭൗതികമായിട്ട് വളരെ കാര്യമായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ജോവിറ്റ് വളരെ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഒരു മാതാപിതാക്കളും വളരെ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. വേദപാഠം കേൾക്കാൻ വന്നപ്പോൾ ചോദിച്ച നമസ്കാരങ്ങളൊക്കെ ഒരു തടസ്സവും കൂടാതെ ജോവിറ്റ് പറഞ്ഞു കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നല്ല ഒരു കാര്യമാണ്. ആ ഒരു ആത്മീയത ഇവരുടെ ആരംഭിക്കുന്ന ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ എന്നും മുന്നോട്ട് പോകട്ടെ, കൂടുതൽ തീക്ഷ്ണമായിട്ട് വളരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ദൈവമേ, വിവാഹമെന്ന് ഉദാശ സ്വീകരിക്കുവാനും അതിൻ്റെ കടമകൾ പൂർത്തീകരിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകി ഈ മകനെ ഒരുക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യ വിശ്വസ്തതയിലും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും എന്നും ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വിഞ്ഞാക്കി ദമ്പതികളോട് അഗാധമായ സ്നേഹം വെളിപ്പെടുത്തിയ ഈശോയെ, ഈ മധുര ഭോജനത്തെ അങ്ങ് ആശീർവദിക്കണമേ. ഇവരുടെ ദാമ്പത്യ ജീവിതം ഇതുപോലെ മാധുര്യമുള്ളതാക്കി തീർക്കണമേ. വിനയവും ശാന്തതയും സൗമ്യതയും കാരുണ്യവും ഇവരുടെ ജീവിതത്തിൽ നിറയുവാനിടയാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും നിങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അത് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും അവിടുന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങേക്ക് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. അറിയതിന്റെ വിമല ഹൃദയവും പിതാവും നമ്മുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങൾ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ ഹൃദയമേ, മറിയത്തിന്റെ വിമല ഹൃദയമേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, വിശുദ്ധ വർഗരീത മറിയമേ, കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ച വധൂവരന്മാരെയും കുടുംബാംഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിച്ച ഈശ്വരനാഥ, നാളെ വിവാഹിതനാകാൻ പോകുന്ന ഈ മകനെ അങ്ങ് അനുഗ്രഹിക്കണമേ. തിരുക്കുടുംബത്തിന് തലവനായി മാറിയ ഔസേപ്പേ, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, സകല വിശുദ്ധരയുടെ പേരിന് കാരണമാറിയുന്ന സ്വർഗീയ വിശുദ്ധരയുടെ ദാമ്പത്യ ജീവിതം വിജയകരമായി തീരുവാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ശുശ്രൂഷയിൽ പങ്കുചേർന്ന കുടുംബാംഗങ്ങളും അയൽക്കാരും മറ്റെല്ലാവരും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ കുരിശിനാൽ സംരക്ഷിക്കപ്പെടട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസങ്ങൾ എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശംസിഹായിക്ക് It's a dream.
വന്നല്ലോ കപ്പുരപ്പന്തലിൽ പുഞ്ചിരിച്ച് പുത്തനോടി വരത്തി അഞ്ജനവും കസ്തൂരിയും നിരത്തി ചമച്ചു നല്ല ചന്തം വരുത്തി വെള്ളയും കരിപ്പടവും വിരുത്തി പെണ്ണാളെ മന്ത്രമതം നിരുത്തി വന്നല്ലോ കണ്ടില്ലേ കണ്ടില്ലേ കപ്പുരപ്പന്തലിൽ ചെമ്പകപ്പുടം വിടും കപ്പുരപ്പന്തലിൽ പുഞ്ചിരിച്ച് പുത്തനോടി വരത്തി. Here we stand, the world awaits. We'll let the stars tonight light the way. മധുരം വെക്കട്ടെ. കേട്ടില്ല 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 നീ അടിയൻ പറഞ്ഞത് കേട്ടില്ല നീ ഉണ്ണിക്ക് മധുരം വെക്കട്ടെ. കേട്ടില്ല 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 നീ പെങ്ങള് പറഞ്ഞത് കേട്ടില്ല നീ മധുരം വെക്കട്ടെ. കേട്ടല്ലോ 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 നീ അടിയൻ പറഞ്ഞത് Hand in hand, through light or rain. It's your constant love that gives me strength. Under the starlight, we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. This is the start of something beautiful. When the wind moves along your face, it captures everything I long to say. So don't look back, love, and don't you wait. Just say you'll run with me, come what may. Under the starlight, we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. 'Cause this is the start of something beautiful. Something beautiful. Here we stand, the world awaits. It's your love, I know, that gives me strength. Under the starlight, we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. This is the start of something
തണ്ടുള്ളും തടിയൂരുള്ളും തടിമേൽ അരിമണി ചെറുമണി കുരുമുളകുരുളും. അങ്ങനെയാന്ന്. അല്ല, സ്പീഡ് പറയാ. സ്പീഡിൽ ഒരു 5 തവണ എന്നെ കൊല്ലും തോന്നും. ഒരു 5 തവണ എന്റെ വേണ്ട, 3 തവണ പറഞ്ഞാൽ മതി. 2 തവണ പറയുന്നത് മതി. തണ്ടുള്ളും തടിയുള്ളും തടിമേൽ അരമണി ചെറുമണി കുരുമുളകുരുളും. തണ്ടുള്ളും തടിയുള്ളും തടിമേൽ അരമണി ചെറുമണി കുരുമുളകുരുളും. തണ്ടുള്ളും തടിയുള്ളും തടിമേൽ അരമണി ചെറുമണി കുരുമുളകുരുളും. കണ്ടോ കണ്ടോ? ഓക്കെ. ഗുജറാത്തി കാതള കെട്ടിയ മലയാളി പെണ്ണാണു നീ. പഞ്ചാബി ലഞ്ചി കൊഞ്ചും മണവാട്ടി പെണ്ണാണു നീ. മയിലാട്ടത്തിൽ